പ്രഭാവതി ചതിയുടെ ചതുപ്പിൽ മുങ്ങിത്താഴുകയാണോ? ചന്ദ്രമതിക്ക് കോടതിയിലെത്താൻ സാധിക്കാതിരുന്നാൽ സുഹറ കോടതിയിൽ വരണം. ഞാൻ കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയാ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അരുന്ധതിയുടെ ജീവിതത്തിലെ മൂടിവെച്ച രഹസ്യമെന്ത്? മാഡത്തിനല്ലെങ്കിൽ പിന്നെ ആർക്കാ ഹെൽത്ത് ഇഷ്യൂ? ഇവിടുത്തെ രീതികൾ അനുസരിക്കാൻ വയ്യെങ്കിൽ പോയിക്കൊള്ളണം. പ്രഭാവതിയുടെ ജീവിതം പിന്നെ ചതിക്കുഴിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എപ്പിസോഡിന്റെ പ്രമോ തന്നെ കാണിക്കുന്നത്. സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സീരിയൽ തന്നെ ഇങ്ങനെ ഒരു വലിച്ച് നീട്ടുന്നു എന്നുള്ളൊരു പരാതി വരുന്നതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി ക്യാരക്ടേഴ്സിനൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സുഹറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ അവർ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് ഒന്നടക്കം നല്ല പ്രതിഷേധം കമൻറ്റ് സെക്ഷനിലൊക്കെ കണ്ടിരുന്നു. ഇങ്ങനെ ഈ ഒരു സീരിയൽ നിർത്തുക, കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് 700-ലധികം എപ്പിസോഡ് പോയ ഒരു സംഭവമാണ് സുഗമോ ദേവി എന്ന് പറയുന്നത്. അപ്പം പിന്നെ പ്രമോയിൽ പുതിയ എപ്പിസോഡിൽ നമുക്ക് പറയാം അരുന്ധതിയുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ വീട്ടിൽ വരാൻ നേരത്ത് ഒരു അലാറമൊക്കെ അടിക്കുന്ന ഒരു സാധനം കാണിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയാൻ പറ്റും. പ്രമോ കണ്ടു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ആ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നുണ്ടോ എന്ന് തോന്നുന്നു. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്.